ഒന്ന് എന്നെ ഒന്ന് കോൾ ചെയ്തേ. അപ്പൊ നമ്മളൊരു കസ്റ്റമറിനെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അനിൽകുമാർ സാറാണ്. സാർ ട്രിവാൻഡ്രത്ത് നമ്മുടെ നഴ്സറിയിലേക്ക് വന്നതാണ്. അപ്പം പുള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ പരിചയപ്പെടാം. ഹലോ. അപ്പോ സാറിന് ബ്ലൈൻഡ് ആണ്. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ മാർഗമാണ് ഇവിടെ വരെ ഇപ്പൊ എത്തിയിട്ടുള്ളത് നമ്മുടെ നഴ്സറിയിൽ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. അപ്പൊ എപ്പോഴാണ് നമ്മള് വീട്ടിൽ നിന്ന് വിട്ടത്? വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് വിട്ടത്. ട്രെയിൻ നേരെ കണ്ണൂർ വരെ എത്തി. കണ്ണൂരിൽ നിന്ന് വരുവായത് അല്ലേ? അതെ അതെ. ബസ്സിൽ കണ്ണൂരിൽ നിന്ന് നമ്മുടെ നഴ്സറിയിലെത്തി. ഓക്കെ ഓക്കെ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, വളരെ സന്തോഷം ഉണ്ട് വീഡിയോ. അതെ. അപ്പൊ നമുക്ക് ഇവിടെ തൈകളൊക്കെ എടുത്തു വെച്ചേക്കുന്ന വലിയ തൈകളാണ്. നമ്മുടെ നാംഡോക്കുമായി, അതുപോലെ റംബൂട്ടാന്, തായ്ലൻഡ് പിങ്ക് പേര, ബനാന സപ്പോട്ടയുടെ മീഡിയം തൈകള്, അങ്ങനത്തെ ഒക്കെ തൈകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ അതിന് വേണ്ടി നൽകിയ ഒരു എഫേർട്ടിനെയാണ് നമുക്ക് മാനിക്കേണ്ടത്. കാരണം ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ മാക്സിമം കൊടുത്ത് ഇവിടം വരെ വന്നു. ഇങ്ങനെ നോർമലി ട്രാവൽ ചെയ്യാറുള്ളതാണോ ദൂരങ്ങള്? അതെ 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 അല്ലേ? ചെയ്യാറുണ്ട്. വേറെ ദൂരത്തോട്ടൊക്കെ എങ്ങോട്ടാ പോയിട്ടുള്ളത്? വേറെ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, കർണാടകത്തിൽ പോയിട്ടുണ്ട്. വേറെ ഒരാളുടെയും സഹായം ഇല്ലാതെ എവിടെയും എത്തും. അപ്പൊ അതുപോലെ തന്നെ വേറെ ഒരു കഴിവും കൂടെ പുള്ളിയുടെ ഉണ്ട്. അതോടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫോണിൽ തന്നെ ഒന്ന് വിളിക്കുന്ന ഒന്ന് കാണിച്ചു. അപ്പൊ പുള്ളി എന്നെ ഇപ്പൊ ഒന്ന് വിളിക്കുന്ന കാണിച്ചു തരാം. അപ്പം ഒന്ന് എന്നെ ഒന്ന് കോൾ ചെയ്തേ. എനിക്കിപ്പോ കോള് വന്നു. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 5-6 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഫ്രീ ഡെലിവറി ആയിട്ട് സാധനം എത്തിക്കുന്നതും കൂടെ കേട്ടോണ്ടാണ് പുള്ളി അത്രയും താല്പര്യപ്പെട്ട് ഇവിടം വരെ വന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ തന്നെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നീടുള്ള ഫോളോ അപ്പ് മെത്തേഡുകളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞ രീതിയിൽ തൈകളൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതിനേക്കാളും നല്ല രീതിയിൽ തൈകളൊക്കെ കായ്ച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നന്നായിട്ട് വരട്ടെ. വീണ്ടും കാണാം.